അടി കൊണ്ടപ്പോ മരവിന് നൊന്തായിരുന്നു മനജെ. അടിയും ഉമ്മയും അടിയും ഉമ്മയെന്ന് ഇങ്ങനെ ഇരിക്കും. ഇതാ നല്ല കേട്ടോ ഇത്. ഉമ്മ കൊടുക്കുന്ന ടൈമിൽ സുമി നല്ല ടൈമിംഗ് നോക്കിയിട്ടുണ്ട്. മറ്റേ മമ്മിയായിട്ട് വരുന്ന ഒരു വരവ്, അതൊരു അസാധ്യ വരവാണ്. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി അമ്മേനെ വിളിക്കാം. വെളുപ്പക്കാരൻ 6 മണിയായി നിന്റെ തൊടയിലെ തോലിരിക്കുന്നുണ്ട്. എനിക്ക് വേഷം കെട്ട് കൊറിയമ്മം ഊഞ്ഞാലോ ഞാനാ അത് ചെയ്യണ്ട, ഞാൻ ചെയ്യുന്നത് അതൊക്കെ ഞാൻ പിടിക്കുന്ന വീട്ടിലാന്നൊന്നും പറഞ്ഞ് ഇങ്ങനെയാണോ കാണിക്കുന്നത്? എന്റെ വിഷമം കൊണ്ട് ചെയ്തു പോയത്. ആ ചട്ടുവൻ പൊള്ളിച്ച് എന്റെ മണ്ടയ്ക്ക് ഒരു അടിയും കൂടാ. കൊറിയൻ മമ്മി ആയാലും ചിലപ്പോ ചൊറിയ വർത്താനം കേൾക്കുമ്പോ ഞാൻ അങ്ങനെ ചെയ്തു പോയി. അങ്ങനെ ചെറിയല്ലേ കേട്ടോ. ഇവിടെ മാറിയില്ലടാ, നീ സത്യം പറ. എന്തോടുക്കൂടാ നീ എന്തോടുക്കാ നീ ചുണ്ടു വെച്ചേ? സങ്കടം കടിച്ചമർത്തുക. അതായിരുന്നു ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് ഫ്രഞ്ച് അടിക്കുമായിരിക്കും. സങ്കടം കടിച്ചു പൊട്ടിക്കാ പകുതി വേണം. പിന്നെ നിന്റെ വായിക്കുന്ന മുട്ടായി അല്ലേ പകുതി എനിക്ക് ഇങ്ങോട്ട് വരാം. അല്ലാതെ ഞാൻ ചമ്പൂ വെച്ച വായി കൊണ്ട് ഇങ്ങോട്ട് വാ നീ കേട്ടാ. ഒട്ടിക്കാൻ ഞാൻ ഇവന്റെ ദേഹത്തെ ഒരു പെൺകുട്ടി കയറിയിരിക്കുന്നു. ഞാൻ തന്നെ ആയാലും വെട്ടം വീണിട്ടേ എണീക്കത്തുള്ളൂ. വെളുപ്പിന് 5 മണിയാകുമ്പോ ഇവളെന്നല്ലേ പറഞ്ഞേ, ഇവളെണീക്കും. വീട്ടിലെ സകലമാന ജോലി ചെയ്യും. മിറ്റം തൂക്കും, പാത്രം കഴുകും, കഴുകും, വെട്ടി തേച്ച് കഴുകി വെക്കും എന്ന് വേണ്ട എല്ലാം ചെയ്യും. വെറുതെ ഇരിക്കുമെന്ന് എന്റെ തലയിലെ പേൻ വരെ നോക്കും. അത് ഗുണവാ. പക്ഷേ ഈ വേഷമായിട്ട് നാട് തണ്ടാൻ ഇറങ്ങും. ന്യൂസ് പരത്തണം ഞങ്ങൾക്ക്. 2-3 പെണ്ണുങ്ങളുടെ വീട്ടിൽ പോയി പരദൂഷണം പറയണം. നാണം കെടുത്തിട്ടില്ലേ? നോക്ക് ലിപ്സ്റ്റിക് ഇല്ലാഞ്ഞിട്ട് ഈ നമ്മുടെ കിളിർത്ത് വരുന്ന തേക്കല് ഞെരടി ചുണ്ടത്ത് തേച്ചോണ്ട് അതാ വയ്യാത്തത്. 10 ലക്ഷത്തിന് ഞാൻ കൊടുക്കാൻ പറ്റും. അതിനൊരു കാര്യം ചെയ്യണം, ഇനി തേക്കല എടുക്കരുത്. ആ ഐറ്റം വേറെ മീനാറ്റി എന്ന് പറഞ്ഞ പെങ്കൊച്ചുണ്ട് ആങ്കറിങ് ചെയ്യുന്നത്. അതിന്റെ ചുണ്ടത്തുണ്ട് 5 കിലോ. അതിന്ന് പകുതി മേടി തേക്കല തേക്കാൻ നിൽക്കും അവൻ. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങ് ഇരിക്കട്ടെ, പെണ്ണായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല. എന്നാ മീശ എടുക്കാന്ന് വിചാരിച്ചോ. ഒരുമാതിരി ഫുജി ആപ്പിളിട്ട് കൂട്ടിരിക്കും ഇയാള്. ഇങ്ങനെ ഇരിക്കും. ഇതാ നല്ല കേട്ടോ ഇത്. എന്റെ പൊന്നു മമ്മി, ഇത് എങ്ങനെങ്കിലും ഞാൻ പറഞ്ഞില്ലേ പെൺകുട്ടിയാ കയറിയിരിക്കുന്നത്. ഇത് എവിടെ നിന്നുള്ളതാണ് എങ്ങനെയാണെന്നുള്ളത് അറിയണം. അതെനിക്കറിയാം. 2-3 ദിവസം വീട്ടിലില്ലായിരുന്നു. ജോലിക്ക് പോയെന്ന് പറഞ്ഞില്ല. ആ ജോലിക്ക് പോയതിന് വന്ന ശേഷമാണ് മമ്മി ചോദിച്ചാ പറയും. ഏതാ ആള് കൃത്യമായിട്ട് പറ. ആരാ നീ? അത്തിക്കയത്തുള്ള അത്തിക്കത്തിരിക്കാൻ നീ ആരാ? മജ്ജയോ? അത്തിക്കത്തല്ലേ പറഞ്ഞ അത്തിക്കയം പെരുന്നാട് അത്തിക്കയത്തുള്ളതാ. അത്തിക്കയത്തോ? അത്തിക്കയത്ത് എവിടെ? അത്തിക്കയത്ത് വിസർഗത്തിന്റെ അടുത്ത് കുറച്ച് അങ്ങോട്ട് രാജേഷിന്റെ മറ്റേ തുണിക്കടയല്ലേ, അതിന്റെ ബാക്കിൽ അങ്ങോട്ട് ഇറങ്ങി പോകുന്നിടത്തെ ഭാസ്കരന്റെ മോളാ. എന്റെ മൈനി ഇത് അറിയുന്ന ഇത് വല്ലോ ഞാന് ആണെന്ന് ഞാൻ ചോദിക്കട്ടെ. അത് അവിടെ നമ്മളെ ഭാസ്കരൻ ആ ഇടത്തോട്ട് വരുമ്പോ മറ്റേ കുരുമുളക് ഫാക്ടറി ഉള്ള അതിന്റെ അതിന്റെ നേരെ താഴോട്ട് ഇറങ്ങുമ്പോഴേ അവിടെ ഞങ്ങളുടെ വീടുണ്ട്. അവിടെ അതിന്റെ അവിടെ അങ്ങ് താഴോട്ട് പോകുമ്പോഴല്ലേ താഴോട്ട് കൈതക്കാടില്ലേ, ആ കൈതക്കാടിന്റെ അവിടെ അപ്പുറത്തോട്ട് മാറിയാണ് ഭാസ്കരൻ എന്ന് പറഞ്ഞ ആൾ. ഭാസ്കരൻ എന്ന് പറഞ്ഞ ഞാൻ സംസാരിച്ചാൽ ഒത്തിരി ആളാരെന്ന് അറിയണം. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ അവിടുത്തെ ആ ഭാസ്കരന് മറ്റേ പശുവിനെയൊക്കെ കറവയുള്ള ഭാസ്കരന്റെ മൂത്ത മോള. ഭാസ്കരന്റെ മോള നീ ഞാൻ തരുമല്ലോ. അതിനല്ലേ മമ്മിക്ക് സ്കാമി അതിനാ നിക്കണേ. പെണ്ണ നീ വളർന്നു പോയല്ലോടി നീ. പിന്നെ ഞാൻ +2 പഠിക്കുമ്പോ കണ്ടായി അവളെ ഞാൻ. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇവളെ കാണുന്നേ. അന്ന് ഞാൻ വളയ്ക്കാൻ നോക്കിയാ ലൈൻ അടിക്കാൻ വന്നറിഞ്ഞില്ല. ഇത് അവിടെ അത്തിക്കായത്തുള്ള പെങ്കൊച്ചി രാഘവന്റെ മോളെ എനിക്കറിഞ്ഞൂടെ. പിന്നെ നീ എന്തിനു പറയണ? അല്ലെന്ന് പറഞ്ഞപ്പോ എനിക്കറിയാവുന്ന അത്തിക്കായത്തുള്ള എല്ലടി കൊച്ചാ നീ. നിന്റെ പേര് ചാരണ്യ ആണോ? ഞാൻ നിന്റെ പുറകെ ലവ് ലെറ്ററുമായിട്ട് നടന്ന ഓർമ്മയുണ്ടോ? 150 കൊല്ലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന എന്നെ നിനക്ക് അങ്ങ് പരിചയപ്പെടാ. ഇനിയിപ്പോ ഞാൻ നിന്നിട്ട് കാര്യമില്ല. മമ്മി നേരിട്ട് പറയണം. പിന്നെ നിന്റെ അമ്മ വരുന്നത് നോക്കിക്കാൻ പറ്റുന്ന എന്റെ തള്ളത്തി അല്ലെന്ന്. ഞങ്ങളുടെ മമ്മി കൊറിയൻ മമ്മി പോസിറ്റീവ്. മമ്മി പറയണം. ഊഞ്ഞാലേലോ പാടില്ല. ഊഞ്ഞാലേലോ പറ്റില്ല. മമ്മി